അതെ, എല്ലാവരും എന്നാ പറയണോ, നമുക്കേ ഇതൊന്ന് വണ്ടി കഴുകാൻ പോയാലോ? കഴിഞ്ഞ ദിവസേ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിച്ചു, ഓ മിനിയൊക്കെയാണോ എന്ന്. അതെ കേട്ടോ, എൻ്റെ വണ്ടി മിനി കൂപ്പറാ. ഞാനത് ഭയങ്കര അഹങ്കാരത്തോടെ പറയണമെന്നല്ല, എന്നാൽ നല്ല അഭിമാനത്തോടെ പറയണതാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ബസ്സിനായിരുന്നു കേട്ടോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ കൂട്ടുകാരുടെ കൂടെ. പക്ഷേ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞ് 8, 9 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരിൽ പലരും സൈക്കിൾ വാങ്ങിച്ചു. എനിക്ക് വന്ന് സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യം അതൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്ക് സൈക്കിൾ കിട്ടിയില്ല. അന്നെനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലെന്നാട്ടോ എൻ്റെ ഒരു ഓർമ്മ. പിന്നെ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും കൈനറ്റിക് ഹോണ്ട ഉണ്ടായിരുന്നു. അന്നേരവും എനിക്കൊരാഗ്രഹം വന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കാലാകാലങ്ങളിൽ ഞാൻ ഇതൊക്കെ ഓടിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇറ്റലിക്ക് പോരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്താണ് ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി ലൈസൻസ് എടുത്തു. പക്ഷേ ലൈസൻസ് എടുത്ത് കൈ വെച്ചു എന്നല്ലാതെ ഞാൻ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയിപ്പോയി ആ ലൈസൻസ് എന്ന് മനസ്സിലായത്. കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുഞ്ഞിന് കിട്ടാൻ 5 മാസം വയറ്റിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇറ്റാലിയൻ ലൈസൻസ് കരസ്ഥമാക്കി. അത് കയ്യിൽ വാങ്ങിച്ചു വെച്ചു എന്നല്ലാതെ ഞാനത് ഉപയോഗിച്ചുമില്ല, വണ്ടിയോട്ട് ഓടിച്ചുമില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അന്നേരം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്ക് വെറും 2 സെക്കൻഡ് ഓടിയാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ 2 വണ്ടിയൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അന്നേരം ഉണ്ടായിരുന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീടൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് താമസം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഒരു വണ്ടിയുടെ ആവശ്യത അത്യാവശ്യമാണെന്ന് മനസ്സിലായത്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇരിക്കുന്നതല്ലേ. പിന്നെ തന്നെയല്ല, നമുക്ക് അത്യാവശ്യം ഒന്ന് പുറത്ത് പോകണമെങ്കിലും ഡ്രൈവിംഗ് അറിയുന്നത് നല്ലതല്ലേ. വണ്ടി ഉണ്ടെങ്കിൽ എന്ത് എളുപ്പമുണ്ട്. അങ്ങനെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു കേട്ടോ. അത് അവിടെ ഇവിടെയൊക്കെ ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. നമ്മുടെ നാട്ടിലെ പോലെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാൽ പോരല്ലോ, കറക്റ്റ് ലൈനിനകത്ത് തന്നെ കയറ്റണ്ടേ. അങ്ങനെ അത്യാവശ്യമൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞപ്പോൾ പുതിയൊരു വണ്ടി എടുത്തായിരുന്നുള്ള ചിന്തയായി. ഒരു ദിവസം വെറുതെ ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുരിശിനോട് പറഞ്ഞു, ഇനി ഞാൻ പുതിയൊരു വണ്ടി എടുക്കുവാണെങ്കിൽ അതൊരു മിനി കൂപ്പർ എടുക്കുന്നുള്ളൂ എന്ന്. എന്താണെന്നറിയില്ല, മിനി കൂപ്പർ എനിക്കൊരാഗ്രഹമായിരുന്നു കേട്ടോ. വണ്ടിയുടെ അത്ര വലിയ ക്രേസൊന്നും ഉള്ള ആളല്ല ഞാൻ. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ പറഞ്ഞ മോഡലിൽ പണി കഴിപ്പിച്ചിറക്കിയ മിനി കൂപ്പറാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി അത്രയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ എത്ര കാലം കഴിഞ്ഞാൽ നമ്മളെ തേടിയെത്തും, ശരിയല്ലേ? എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.